കഴിഞ്ഞ വർഷം 2024 റിന്യൂവബിൾ എനർജി സെക്ടറിലെ സ്റ്റോക്കുകൾ മിക്സഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ചില സ്റ്റോക്കുകൾ ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകിയപ്പോൾ അദാനി ഗ്രീൻ, ACMI സോളാർ ഹോൾഡിംഗ് തുടങ്ങിയ സ്റ്റോക്കുകൾ നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. 2024 ഒട്ടുമിക്ക റിന്യൂവബിൾ എനർജി സെക്ടറിലെയും കമ്പനികളുടെ ഔട്ട്ലുക്ക് പോസിറ്റീവ് ആയതുപോലെ തന്നെ 2025 ഔട്ട്ലുക്ക് പോസിറ്റീവായി തുടരും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഈ സെക്ടറിലുള്ള അല്ലെങ്കിൽ ഈ സെക്ടറിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക താൽപ്പര്യമാണ്. 2024 റിന്യൂവബിൾ എനർജി സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു വർഷമായിരുന്നു. 24.72 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി അഡീഷനാണ് ഈ വർഷം ഇന്ത്യ നടത്തിയത്. ഇതിൽ 20.85 ജിഗാവാട്ട് സോളാർ പവറും 3.22 ജിഗാവാട്ട് വിൻഡ് പവറും 0.5 ജിഗാവാട്ട് ബയോ പവറും 0.09 ജിഗാവാട്ട് ഹൈഡ്രോ പവറും ഉൾപ്പെടുന്നു. 2024 വിവിധ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി 32.45 ലക്ഷം കോടി രൂപയുടെ ധനസഹായം ഗവൺമെൻറ് നൽകി. പ്രധാനമായും ഫ്ലോട്ടിംഗ് സോളാർ, ഓഫ് ഷോർ വിൻഡ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ ഫ്യൂച്ചർ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവിനും ഗവൺമെൻറ് ധനസഹായം നൽകിയിട്ടുണ്ട്. PV സോളാർ മൊഡ്യൂൾസിൻ്റെയും വിൻഡ് ബ്ലേഡ്സിൻ്റെയും സ്റ്റോറേജ് ടെക്നോളജിയുടെയും ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നത് വരുന്ന വർഷവും അതായത് 2025 സെക്ടർ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന നൽകുന്നു. കൂടാതെ ഇന്ത്യയുടെ എനർജി സ്റ്റോറേജ് അലയൻസും എനർജി സ്റ്റോറേജ് കപ്പാസിറ്റിയും 1.7 ടൈംസ് വർദ്ധിക്കുകയും ചെയ്തു. ഇനി 2025 റിന്യൂവബിൾ എനർജി സെക്ടറിൻ്റെ ഔട്ട്ലുക്ക് മനസ്സിലാക്കാം. 2025 ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ 21 ജിഗാവാട്ടിൽ നിന്നും 35 ജിഗാവാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ടാർഗറ്റാണ് ഈ സെക്ടറിനുള്ളത്. എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം സോളാർ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾസിലുണ്ടായിരിക്കുന്ന ഡിമാൻഡും സ്ട്രോങ് പ്രോജക്റ്റ് പൈപ്പ് ലൈനും ഈ ടാർഗറ്റിനെ അച്ചീവ് ചെയ്യാൻ സഹായിച്ചേക്കും. കൂടാതെ 2025-26 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ 40 ജിഗാവാട്ടിലേക്ക് ഉയർത്തുകയും വേണം. ഇതിനുവേണ്ടി ഗവൺമെൻറ് അൾട്രാ മെഗാ റിന്യൂവബിൾ എനർജി പാക്കുകളും സോളാർ പാക്ക് സ്കീമുകളും ലോഞ്ച് ചെയ്യും. റീസെൻ്റ്ലി ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി 1 കോടി വീടുകൾക്ക് മുകളിൽ റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ സ്ഥാപിക്കാനും ഇതിനുവേണ്ടി ഗവൺമെൻറ് ഏകദേശം 75,000 കോടി രൂപ ചെലവഴിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വരും സമയങ്ങളിലും ഈ സെക്ടറുകളിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് തുടരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് റിന്യൂവബിൾ എനർജി സെക്ടർ 2025 പ്രതീക്ഷിക്കുന്നത്. എനർജി ജനറേഷനിൽ മാത്രമല്ല എനർജി സ്റ്റോറേജിലും ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ പ്രൊജക്ഷൻ അനുസരിച്ച് 2025 അവസാനത്തോടുകൂടി ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ 1/3 ഭാഗം റിന്യൂവബിൾ എനർജിയിൽ നിന്നായിരിക്കും ജനറേറ്റ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷനിലും ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഈ ഫാക്റ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത് 2025 റിന്യൂവബിൾ എനർജി സെക്ടറിലെ കമ്പനികൾക്ക് ഗവൺമെൻറ് സപ്പോർട്ടും ഓർഡറുകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സപ്പോർട്ട് ലഭിക്കുന്നതും കൺസോളിഡേറ്റ് ചെയ്യുന്നതുമായ പല സ്റ്റോക്കുകളും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം. അങ്ങനെ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് വാരി എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.6% ഇടിഞ്ഞ് 2,821 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 3,743 എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ലഭിക്കുന്നത്. വാരി എനർജി എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ബിഗ് ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. റീസെൻ്റ്ലി ജിൻഡാൽ റിന്യൂവബിൾസിൽ നിന്നും 2 ജിഗാവാട്ടിൻ്റെ ഒരു സോളാർ പ്രോജക്റ്റ് കമ്പനിക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിൽ 1.7 ജിഗാവാട്ട് ശേഷിയുള്ള ഒരു സോളാർ EPC പ്രോജക്റ്റും കമ്പനിക്ക് ലഭിച്ചിരുന്നു. തുടർച്ചയായി ലഭിക്കുന്ന ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്തേക്കാം. കൂടാതെ വാരി എനർജി എന്ന കമ്പനി സോളാർ PV പാനൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. കമ്പനി പ്രധാനമായും അതിൻ്റെ പ്രൊഡക്റ്റുകൾ US എക്സ്പോർട്ട് ചെയ്യുകയും ഇതുവഴി അല്ലെങ്കിൽ എക്സ്പോർട്ട് വഴി 57% റവന്യൂ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുക്കുന്നതിന് ശേഷം സോളാർ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾസിൻ്റെ ഇമ്പോർട്ട് കുറച്ചേക്കാം എന്നുള്ളൊരു ന്യൂസ് വന്നതിൻ്റെ ഇമ്പാക്റ്റ് വാരി എനർജി എന്ന സ്റ്റോക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ലഭിക്കുന്നത്. അതേസമയം വരും സമയങ്ങളിൽ ഡൊമസ്റ്റിക് ഡിമാൻഡ് തന്നെ ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ട് കമ്പനികൾ ഡീസൻ്റ് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. റീസെൻ്റ്ലി ജനുവരി 2-ാം തീയതിയും കമ്പനിക്ക് സോളാർ മൊഡ്യൂൾസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി, അതായത് 150 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ മൊഡ്യൂൾസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ ലഭിച്ചിരുന്നു.
വാരി എനർജി എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കൂടാതെ സ്റ്റോക്ക് ഇപ്പോൾ കൺസോൾട്ടേഷൻ ഫേസിലുമാണ്. സ്റ്റോക്ക് 3750 നിന്നും 2500 വരെ ഇടിഞ്ഞിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും 3300 വരെ ഉയർന്നു. പിന്നീട് സ്റ്റോക്കിന് കറക്ഷൻ വന്നപ്പോൾ 2780 സപ്പോർട്ട് ലഭിച്ചു. സ്റ്റോക്ക് ഇപ്പോൾ 2820 ട്രേഡ് ചെയ്യുന്നു. അതായത് സ്റ്റോക്കിൻ്റെ ലോവർ ലെവലിലെ സപ്പോർട്ട് ഉയരുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. 2750, 2500 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിനെ ആഡ് ചെയ്യാവുന്നതാണ്. വാരി എനർജിക്ക് സമാനമായ ബിസിനസ് മോഡലുള്ള ഒരു കമ്പനിയാണ് പ്രീമിയർ എനർജി എന്ന കമ്പനി. പ്രീമിയർ എനർജി എന്ന കമ്പനിയും സോളാർ സെൽസും സോളാർ മൊഡ്യൂൾസും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. 2024 62% റിട്ടേണാണ് സ്റ്റോക്ക് നൽകിയത്. പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ വേണം സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാൻ. കാരണം സ്റ്റോക്ക് ഇപ്പോൾ ഓൾ ടൈം ഹൈക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അവിടെ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ്. ഇവിടെ നിന്നും 1350 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 1350 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1400, 1450 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1250 പ്രധാന സപ്പോർട്ടുമാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ അണ്ടർ പെർഫോം ചെയ്യുകയാണെങ്കിലും കമ്പനിയുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് വളരെയധികം ക്ലിയർ ആണ്. കമ്പനി പ്രധാനമായും സോളാർ, വിൻഡ് കൂടാതെ എനർജി സ്റ്റോറേജ് പ്രോജക്റ്റുകളെ കമ്പൈൻ ചെയ്ത് ഹൈബ്രിഡ് പ്രോജക്റ്റുകൾ നിർമ്മിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ ഹൈബ്രിഡ് പ്രോജക്റ്റിൽ നിന്നുള്ള റവന്യൂ വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 2024 മികച്ച പെർഫോമൻസ് നൽകിയ റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്ക് KPI ഗ്രീൻ എനർജിയാണ്. 66% റിട്ടേൺ നൽകി. KPI ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കും ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഏകദേശം 171 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ എനർജി പ്രോജക്റ്റുകൾ കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 1.3 ജിഗാവാട്ട് പ്രോജക്റ്റുകൾ പൈപ്പ് ലൈനിലാണ്. 2030 ടോട്ടൽ സോളാർ കപ്പാസിറ്റി 10 ജിഗാവാട്ടായി ഉയർത്തുക എന്നുള്ള ടാർഗറ്റ് കമ്പനിക്കുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിൽ 60 മുതൽ 70% ടോപ്പ് ലൈൻ ഗ്രോത്ത് ആണ് കമ്പനി ലക്ഷ്യമിടുന്നത്. മറ്റൊരു സ്റ്റോക്ക് സുസ്ലോൺ എനർജിയാണ്. സുസ്ലോൺ എനർജി എന്ന കമ്പനിക്ക് വിൻഡ് എനർജി സെക്ടറിലും സോളാർ എനർജി സെക്ടറിലും പ്രസൻസ് ഉണ്ട്. വിൻഡ് എനർജി സെക്ടറിൽ നിന്നും കമ്പനിക്ക് തുടർച്ചയായി ഓർഡർ ലഭിക്കുന്നുണ്ട്. ഏകദേശം 5.1 ജിഗാവാട്ടിൻ്റെ എനർജി പോർട്ട്ഫോളിയോയാണ് കമ്പനിക്കുള്ളത്. റീസെൻ്റ്ലി NTPCയുടെ സൈഡിൽ നിന്നും കമ്പനിക്ക് വളരെ വലിയ ഒരു ഓർഡർ ലഭിക്കുകയും പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ എന്ന റേറ്റിംഗ് ഏജൻസി പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടിയുള്ള റേറ്റിംഗ് സുസ്ലോൺ എനർജിക്ക് നൽകുകയും ചെയ്തു. ഓൾ ടൈം ഹൈയിൽ നിന്നും സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. 80 രൂപയ്ക്ക് മുകളിൽ ലഭ്യമായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 61 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 60 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 60 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ 50 എന്ന ലെവലിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റോക്ക് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. അദാനി ഗ്രൂപ്പിൽ വന്ന് അലിഗേഷൻസിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി അണ്ടർ പെർഫോം ചെയ്തു. വളരെയധികം വോളറ്റിലിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് അദാനി ഗ്രീൻ എനർജി. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിർമ്മാണത്തിലും കൂടാതെ എനർജി സപ്ലൈയുടെ കാര്യത്തിലും അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനി മുമ്പിലാണ്. ഒരല്പം വോളറ്റിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ ശേഷിയുള്ളവർക്ക് അദാനി ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്